അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അഭിഷേകം വീഴാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ദൈവത്തിനും അയക്കുന്ന വ്യക്തിക്കും തെറ്റിൽ പറ്റുകയില്ല. പക്ഷെങ്കിൽ അഭിഷേകം വീഴാനിരിക്കുന്ന വ്യക്തി ഒരുങ്ങിക്കഴിഞ്ഞാൽ ദൈവം ആ സമയമാകുമ്പോൾ അവൻ്റെ മേലാണ് അഭിഷേകം ഒഴിക്കുന്നത്. ഇന്ന് ഇതിനകത്തിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രണ്ടാമതായിട്ട് വേറൊരു മകനെയും കൂടെ ഇശായി എന്ത് ചെയ്യുന്നു? സംബോധന ചെയ്യുന്നു. ഈ ശമൂവേൽ പ്രവാചകന്റെ മുൻപാകെ സംബോധന ചെയ്യുന്നു. അത് രണ്ടാമത്തതായിരുന്നു. അഭിനാദാമിനെ എന്ത് ചെയ്തു? അതുപോലെ തന്നെ അവൻ്റെ മുൻപിൽ വരുത്തി. എന്നാറെ അവൻ യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറയുന്നു. പിന്നെ ഇശായി ശമ്മയെയും സമർപ്പിക്കുന്നു. അങ്ങനെ അവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമൂവേൽ പറയുന്നു. പിന്നെ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇവിടെ ദൈവമക്കളെ 10 മുതലുള്ള വാക്യത്തിലേക്കാണ് നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ ഒരു സന്ദേശം അറിയിക്കാം. പിന്നെ ദൈവം ആരെയാണ്? ചിലരെയെല്ലാം മാറ്റി നിർത്തുന്നു, ചിലരെയെല്ലാം ദൈവം കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്? ഒരു ഭവനത്തിൽ തന്നെ വേർകൃത്യം എന്തിനാണ് കാണിക്കുന്നത്? നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, കർത്താവേ, ഞാൻ വേലയ്ക്ക് ഇത്ര നാളായി ഇറങ്ങിയിട്ട്, ഞാൻ നിന്റെ ചുമൽ കൊടുത്തിട്ട് ഇത്ര കാലമായി, ഞാൻ നിന്റെ മകനെന്ന് പറഞ്ഞ് എത്ര കാലം കൊണ്ട് ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാനൊരു ദൈവിക ഭവനത്തിലല്ലേ ജനിച്ചത്, ഒരു ആത്മീയ മാതാപിതാക്കൾക്കല്ലേ ഞാൻ ജനിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ആത്മീയ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ ഭാവം കൊണ്ട്, നമ്മളുടെ ചിന്തനം കൊണ്ട് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി ഉപവസിക്കുന്നുണ്ട്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പുതുക്കി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു അഭിഷേകം വീഴാൻ തടസ്സമായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ തക്ക സമയത്ത് ദൈവം ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മളെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങൾ നമ്മൾക്ക് ആർക്കും പിടികിട്ടിയിട്ടുണ്ടോ? ദൈവം ഉപയോഗിക്കേണ്ട സമയത്ത് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കേണ്ട സമയത്ത് ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നു. പക്ഷെങ്കിൽ എല്ലാവരും ഒന്നും അതിലുള്ളവരല്ലേ എന്ന് നമ്മൾക്ക് ചോദിക്കാം. അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? എല്ലാവരും ഓടുന്നുണ്ട്, ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നുണ്ട്. വിരുദ് പ്രാപിക്കുന്നവന് ഒരുവൻ മാത്രമെന്ന ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏകനല്ലേ എന്ന്, അല്ലേ? ആ പാട്ട് നമ്മൾക്കറിയാമല്ലോ. ഞാനത് പാടുന്നില്ല, സമയവും കുറവായതുകൊണ്ട് നമ്മൾ ഈ വാക്യത്തിലേക്ക് നമ്മൾ കടക്കാം. അപ്പോൾ നമ്മളെല്ലാം വിരുദിന് വേണ്ടി ഓടുകയാണ്. ദൈവത്തിൻ്റെ വിളി കേട്ടു, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, പുതുക്കി നമ്മൾ വീണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നു. ഇങ്ങനെയൊക്കെ ദൈവസന്നിധാനത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് കർത്താവേ എനിക്കൊന്നും മുന്നേറുവാൻ കഴിയുന്നില്ല, എൻ്റെ മേൽ എന്തുകൊണ്ട് ഒരു അഭിഷേകം വീഴുന്നില്ല എന്ന് ചോദിക്കുന്ന ദൈവമക്കൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഇടയിൽ കാണുമായിരിക്കാം. നമ്മൾക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾക്കറിയണ്ടേ? അതിനുവേണ്ടി നമുക്ക് 10ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി, 7 പേരെയും വരുത്തി. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പലരെയും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പല കോളിംഗ് ഉള്ളവരെയും പലതരത്തിലുള്ള ക്വാളിറ്റി ഉള്ളവരെയും കോളിംഗ് ഉണ്ടെന്നും പറഞ്ഞ് കുറേ പേരൊക്കെ ഇറങ്ങുന്നു. ദൈവത്തിൻ്റെ ശബ്ദം യഥാർത്ഥമായിട്ടുള്ള കോളിംഗ് അവന് ലഭിച്ചോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളെ ആരെയും വെച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മളൊന്ന് പുറകോട്ടൊന്ന് കണ്ണുകളെ ഒന്ന് ഓടിക്കേണ്ടത് ആവശ്യമാകുന്നു. കർത്താവെ, അഭിഷേകം വീഴാമെന്ന് അല്ലെങ്കിൽ ഇന്ന വാഗ്ദത്തങ്ങളെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടല്ലോ, അത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടൊരു യഥാർത്ഥമായൊരു അഭിഷേകം എൻ്റെ മേൽ വീഴും, നിന്നെ ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും നാളുകളേറെ കഴിഞ്ഞു പോയിട്ടും എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നമ്മൾക്കതിനെ ദാവീദിനെ തന്നെ എടുത്ത് പരിശോധിക്കാമല്ലോ. ഇശായിയുടെ 7 പുത്രന്മാരെയും ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരെയാണ് യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആരെയാണ് ദൈവം കണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മളെയൊക്കെ തന്നെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ റീസൺ? എന്താണ് റീസൺ? ഇതാണ്, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ദാവീദിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. തൻ്റെ കയ്യിലുള്ള
ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടല്ലേ, വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും കാടുകളെന്നില്ല, മേടുകളെന്നില്ല. കുടുംബത്തിലെ ചെറിയ വ്യക്തിയാണ് ഞാൻ, ഏറ്റവും ഇളയ മകനാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ കാട്ടിലേക്ക് ആടുകളെ മേയ്ക്കുവാൻ ആ വനാന്തരങ്ങളിലും മറ്റും കയറി ഇറങ്ങി പോകുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ദാവീദ് എന്ത് ചെയ്തു എന്നാണ് കാണുന്നത്? ആ വനാന്തരങ്ങൾ അവൻ നോക്കിയില്ല, കാടുമേടുകൾ നോക്കിയില്ല. എൻ്റെ അപ്പനും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ ഒപ്പം ഇല്ലല്ലോ എന്നുള്ള പരിഭവങ്ങൾ, ഒരു പക്ഷേ പരിഭവം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ പരിഭവം ഒന്നും അവൻ കാണിച്ചില്ല കുടുംബത്തിൽ കേട്ടോ. അവൻ ദൈവത്തോട് മാത്രം പരിഭവം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ബാലച്ചെറുക്കൻ ദൈവത്തോട് മാത്രമായിരുന്നു തൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ച ആ ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ അവന് കടപ്പെട്ടിരുന്നുകൊണ്ട് തന്നെ അവൻ അപ്പനോട് അവൻ്റെ പരിഭവങ്ങൾ പറഞ്ഞില്ല, അവന് ജ്യേഷ്ഠന്മാരോട് അവൻ്റെ പരിഭവങ്ങൾ പറഞ്ഞില്ല. മറിച്ച് ദൈവത്തോട് അവൻ എന്തെല്ലാം വിഷമങ്ങളുണ്ടായിരുന്നു, ദൈവത്തോട് അവൻ്റെ വിഷമങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്കൊക്കെ ജീവിതത്തിൽ നേരിടുന്ന, നമ്മൾ ദൈവവിളി കേട്ടിറങ്ങിയവരാണ്, നമ്മൾ അഭിഷേകമുള്ളവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ തന്നെയും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മൾ ആരെയൊക്കെയോ നോക്കി പരിഭവങ്ങൾ പറയാറില്ലേ? നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് നോക്കി ചില കംപ്ലൈൻറ്റുകളൊക്കെ പറയാറില്ലേ? പക്ഷെങ്കിൽ ഇവിടെ ദാവീദ് ആരോടും പറയത്തില്ലായിരുന്നു കേട്ടോ. ദാവീദിന് ഒന്നേ അറിയാമായിരുന്നു. തൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ അവൻ അഭ്യസിച്ച, അല്ലെങ്കിൽ ദൈവഭക്തിയോടുകൂടി അവൻ തൻ്റെ ഭവനത്തിൽ വളർന്നു. മറ്റുള്ള സഹോദരങ്ങളെ പോലെ തന്നെയാണ് വളർന്നത്. മറ്റുള്ള സഹോദരങ്ങൾക്ക് ഇല്ലാത്തൊരു യോഗ്യത ദാവീദിനുണ്ടായിരുന്നു. തനിക്ക് ഭാരം നേരിടുമ്പോൾ, തനിക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, പേടി വരുമ്പോൾ, കാട്ടിലാകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ പേടി വരും. ചില അനക്കങ്ങൾ കേൾക്കുമ്പോൾ, വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പേടിയൊക്കെ വരാം. കൊച്ചു ചെറുക്കനല്ലേ, പക്ഷെങ്കിൽ ആ പേടിയുടെ സമയത്തെല്ലാം താൻ എന്ത് ചെയ്യുമായിരുന്നല്ലോ? തൻ്റെ കൂടെ അപ്പനില്ലായിരുന്നു, ജ്യേഷ്ഠ സഹോദരന്മാരില്ലായിരുന്നു. ദൈവത്തോട് ആശ്രയം വെക്കുമായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടില്ലേ? ഒറ്റയ്ക്കെന്ന് തോന്നുന്ന അനുഭവങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കൂട്ടുസഖിയെ, നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ പഴിചാരാറുണ്ടോ? മറിച്ച് ദാവീദിനെ പോലെ പേടിക്കുന്ന സമയങ്ങളിൽ, ഒറ്റയ്ക്കെന്ന് തോന്നുന്ന സമയങ്ങളിൽ ആരോടും പരിഭവങ്ങളില്ലാതെ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നിർണയമെടുക്കാമോ? നിന്റെ മേലെ, ദാവീദിന്റെ മേലെ വീണതുപോലെ ഒരു അഭിഷേക കൊമ്പുമായിട്ട്, ഒരു കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുവാൻ ഒരാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാണെന്നറിയാമോ? ഈ അന്ത്യനാളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇന്ന് സംസാരിച്ച വചനമാണിത്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞാണ് എനിക്കിങ്ങനെ മെസ്സേജ് കൊടുക്കണമെന്നും പറഞ്ഞ് ചില മണിക്കൂർ കഴിഞ്ഞാണ് എനിക്കിങ്ങനെ ഒരു കോൾ വരുന്നത്. മെസ്സേജ് ആൻറ്റി കൊടുക്കാമോ എന്ന് ചോദിച്ച് ദേവദാസി എന്നെ വിളിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് അന്ത്യനാഴികയാണ്, സമയം അധികമില്ല. ദൈവമക്കളെ, നമ്മളിൽ ചിലർ അതിനു വേണ്ടി റെഡിയാകുന്നുവെങ്കിൽ, തയ്യാറാകുന്നുവെങ്കിൽ, ദൈവത്തിന് നമ്മളെ ആരെയൊക്കെയോ, ഇന്ന് ഈ ഡിവൈസിൽ കയറിയിരിക്കുന്ന ആരെയൊക്കെയോ ചില അഭിഷേകവുമായിട്ട് ഈ അന്ത്യനാളിലെ അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് ചിലരുടെയൊക്കെ ഇടയിലേക്ക് നിന്നെ അയക്കുവാൻ ശക്തിയേറിയ വചനവുമായിട്ട്, ശക്തിയേറിയ പ്രാർത്ഥനയുമായിട്ട്, ശക്തിയേറിയ ദൂതുമായിട്ട് ചിലരെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നു അഭിഷേകം ചെയ്യുവാൻ. ശൗമേല് നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ദാവീദേ, നിനക്ക് വേണ്ടി ഒരു ശൗമേൽ, നീ തന്നെ അറിഞ്ഞിട്ടില്ല ദാവീദേ, ഒരു ശൗമേൽ പ്രവാചകൻ നിനക്ക് പിന്നിൽ പ്രവർത്തിക്കും, നിനക്ക് പിന്നിൽ ദൈവം അവനെ അയക്കുന്നു, നീ തന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷെ നിന്നെ തേടി അത് വരികയാണ്. ഇന്ന് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെ തേടി ചില അഭിഷേകം വരുന്നു. നിന്റെ മേലെ ചില അഭിഷേക തൈലവുമായിട്ട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? അതെ, ചിലർക്ക് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലർക്ക് ചില അഭിഷേകവുമായിട്ട് ദൂതൻ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ.
തവലവരവ ശംദല അറികൾ ക്രമ നഗലരകസി അസ്തരെ രഘനെ തെരിയാലകരകശം ദന്തരകന തിരപ്രമാനക വൈഡന ധരൽക്രമ നഗരകസ്യ. ചിലരെ അഭിഷേകവുമായിട്ട് ചിലരെ പിന്തുടരുന്ന ദൂതനുണ്ട്. ദൈവിക ദൂതന്റെ ശബ്ദം നീ കേൾക്കുമെന്ന്. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് അഭിഷേക തൈലവുമായിട്ട് നിന്റെ പിന്നാലെ വരുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് എന്നോട് ശക്തമായി ഇടപെടുവാൻ, ഈ ദൂതിൽ കൂടെ ഇടപെടുവാൻ എന്നോട് സംസാരിച്ച വചനമാണിത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഉണ്ട്, വെമ്പൽ കൊള്ളുന്ന വേദനയോടുകൂടെ നീറ്റലോടുകൂടെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ദൈവത്തോട് നാളുകളായിട്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും റെട്ടിലും വെണ്ണീരിലും ഇരിക്കുന്ന ആരും കാണുന്നില്ല. ആരോടും പറഞ്ഞിട്ട് ഒരു പരിവവുമില്ല, ഒരു കാര്യവുമില്ല, ഒരു പരിവവും കാണിക്കാതെ ആരോടും പറയാതെ ഇന്ന് ദൈവമൂത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ചിലരോടുള്ള ആലോചനയാണിത്. നിന്റെ പുറകെ ഒരു അഭിഷേകം വരുന്നുണ്ട് കേട്ടോ. നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നാളുകളായി ദൈവശബ്ദം കേട്ടതാണ്, നാളുകളായി ദൈവത്തിന്റെ ദൂതുകൾ നിന്നോട് കൈമാറ്റപ്പെട്ടതാണ്. പക്ഷെ ഇതുവരെ നിറവേറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് ഇതുവരെ കർത്താവ് എൻ്റെ ദൂതുകൾ നിറവേറിയിട്ടില്ലല്ലോ, എന്നോട് പറഞ്ഞ വായ്ത്തത്വങ്ങൾ നിറവേറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് ചോദ്യചിഹ്നവുമായിട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്ക് വേണ്ടി നിന്റെ മേൽ അഭിഷേകം ഒഴിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. താമസിയാതെ നീ ആള് മാറിയവനെ പോലെ, നീ ആള് മാറിയവളെ പോലെ ഈ ദിവസങ്ങളിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ചില ദൂരങ്ങളിലേക്ക്, ഹല്ലേലൂയ, ചില ചാരത്തേക്ക്, ചില വെളിപ്പാടുമായി, ചില ആത്മീയ ദൂതുമായി, ചില ആത്മീയ സന്ദേശവുമായി നിന്നെ അയക്കുവാന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് സമയം അധികം വിദൂരമല്ല. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നത്. ഒരു ബാഗില് തയ്യാറ് ചെയ്ത ചില ലഘുലേഖകളുമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു ബാഗുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഷോൾഡറിൽ ഒരു സഞ്ചിയും ഇട്ടുകൊണ്ട് അതിനകത്തിൽ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് പുറപ്പെടുവാൻ വേണ്ടിയിട്ട്. അതുപോലൊരു രംഗമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലരെ ദൈവം സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമായി, അതിനു വേണ്ടിയിട്ട് പുറപ്പെടുവാനുള്ള സമയമായി. ദൈവത്തിന്റെ അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് ചില നുഖങ്ങളെ തകർക്കുവാന്, ചില നുഖങ്ങളെ ഹല്ലേലൂയ നിന്റെ കാല് ചവിട്ടുമ്പോൾ ചില അന്ധകാര ശക്തികള് ബൈബൈ പറയുവാന്, ചില അന്ധകാര ശക്തികള് സുല്ല് പറയുന്ന ദിനങ്ങളാണിത്. എത്ര കാലം കൊണ്ട് കരഞ്ഞതാണ്, എത്ര കാലം കൊണ്ട് പ്രാർത്ഥിച്ചതാണ്, എത്ര കാലം കൊണ്ട് ഉപവസിച്ചതാണ്. അതിന്റെ മറുപടി നിന്റെ മുന്നിൽ അക്കമിട്ട് ദൈവം അധികം വിദൂരമല്ല, സമയം അധികം വിദൂരമല്ല, അടുത്തിരിക്കുന്നുവെന്നോ ദൈവത്തിന്റെ ആലോചന ശക്തമായി അറിയിക്കുന്നു. അസ്തൽക്രമന വൈഡന ധിരാലകരഹസ്യ. അതെ, ചെരുപ്പിട്ട് കൊള്ളുക, കാലിൽ ചെരുപ്പിട്ട് കൊള്ളുക, തയ്യാറാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ഒരു ബാഗ് നീ തയ്യാറാക്കിക്കൊള്ളുക. അതുപോലൊരു വെളിപ്പാടാണ് എന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകവും വഹിച്ചുകൊണ്ട് ചിലയിടത്തേക്ക് പോകുവാന് ദൈവം ചിലരെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി കൊതിച്ച ആഗ്രഹത്തിൽ ഭാരത്തോടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ദാവീദേ, എത്ര കാലമായി നീ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ്, അപ്പൻ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്, അതൊക്കെ സത്യമാ, വിശ്വസ്തയോടെ നീ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നിന്റെ വിശ്വസ്തത കാണുവാൻ ആരുമില്ല, സഹോദരങ്ങൾ നിന്റെ കൂടെയില്ല, അപ്പൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല കേട്ടോ. നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവർ പോലും ഒരുപക്ഷെ നിന്റെ കൂടെ ഇല്ലെന്ന് വരികിലും നീ ഒരു കാര്യം ചിന്തിച്ചോണം, അപ്പനത് കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിയുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം നീ ഏത് ജോലിയുമായിക്കൊള്ളട്ടെ ചെയ്യുന്നത്, നീ ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ ഇരിക്കുന്നത്, നീ കുടുംബത്തിൽ ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ നീ വഹിക്കുന്ന ഭാരം ഏത് തന്നെയായിരുന്നാലും ആ ഭാരം നീ വിശ്വസ്തയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ തേടി ഇതാ ഒരു അഭിഷേകം വരുന്നു. നീ കാട്ടിലിരിക്കേണ്ടവനല്ല, നീ ഒളിഞ്ഞിരിക്കേണ്ടവനല്ല, ആരും അറിയാതെ നീ പുറം ദേശത്ത് നീ തള്ളപ്പെട്ടിരിക്കേണ്ടവനല്ല. നിനക്കൊരു രാജസ്ഥാനമുണ്ട് കേട്ടോ. നിനക്കൊരു രാജപദവിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാന് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു പറയുന്നത്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക, ആരാധിച്ചുകൊള്ളുക. ശക്തിയോടുള്ള ആരാധന, ശക്തിയോടുള്ള പ്രാർത്ഥന, ശക്തിയോടുള്ള ഉപവാസം, ഈ ദിവസങ്ങൾ തീരുമാനങ്ങൾ പുതുക്കി പണിതുകൊണ്ട് മുന്നോട്ടും നീങ്ങുന്നുവെങ്കിൽ ഒരു പടക്കുതിരയെ പോലെ, പടയ്ക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു പടക്കുതിരയെ പോലുള്ള ഒരു ഓട്ടം
ഒരഭിഷേകം ചിലരുടെ മേലെ വീഴുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് ദൂതറിയിക്കുന്നു. ഹല്ലേലൂയ. ആരൊക്കെയാണ് ഇതിനുള്ളിലെന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ എന്നോട് ഈ സന്ദേശം കൊടുക്കുവാൻ പറഞ്ഞു. ഒരു പടക്കുതിരയെ തയ്യാറാക്കി നിർത്തിയാൽ തീർച്ചയായിട്ടും അതിന്റെ കാലിനി പിന്നോട്ടില്ല. അത് തീർച്ചയായിട്ടും പടക്കളത്തിൽ ഓടുവാൻ വേണ്ടി അതിനെ ചമയിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നതുപോലെ പടക്കളത്തിൽ ഓടുവാന്, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിക്കുവാൻ വേണ്ടിയിട്ട് ആ പടക്കുതിരയെ പോലെ ചമച്ചു നിർത്തിയിരിക്കുന്ന ചിലര്, ഒരുക്കി നിർത്തിയിരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ മുന്നോട്ട്, നിന്റെ കാല് പുറമോട്ടല്ല മുന്നോട്ടാണ്. ഹല്ലേലൂയ. അധികം താമസിക്കാതെ മുന്നോട്ട് തന്നെയാണ് നിന്നെ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നു. ദൈവദാസിയെ, നിന്നെ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി കണ്ടിരിക്കുന്ന ദൈവദാസ, ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ 7 പുത്രന്മാരെയും ശമൂവേലിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കേട്ടോ. ശമൂവേൽ പ്രവാചകന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. പക്ഷെങ്കിൽ പറയുന്നത്, ഇവരെ ആരെയും ദൈവം സെലക്ട് ചെയ്യുവാൻ പറയുന്നില്ല. ഇവരെ ആരെയുമല്ല ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പിന്നെ ആരെയാണ്? ഇനിയും നിനക്ക് വല്ല പുത്രന്മാരുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇശായിയുടെ വാക്ക് നമ്മൾക്ക് നോക്കാമല്ലോ. ഇതിനകത്തിൽ ഞാൻ 10ാമത്തെ വാക്യാണ്. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുൻപിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും അഭിഷേകത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് വിതുമ്പി ഉപവസിച്ച് തീരുമാനത്തിലിരിക്കുന്നവരുണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ, കൊതിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ഇശായിയോട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇശായിയുടെ മറുപടി എന്താണ്? ഇളയ പുത്രൻ ഒരാളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. ഇശായിയുടെ മുൻപിൽ ഇളയവൻ എന്ന് പറയുന്നു, ഇളയവൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരാളുണ്ടെന്ന് പറയുന്നു, സമ്മതിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇശായിക്ക് പോലും തെറ്റുപറ്റിപ്പോയി. ആ ശമൂവേൽ പ്രവാചകന്റെ മുന്നിൽ, ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ ഇശായിക്ക് പോലും തെറ്റുപറ്റിപ്പോയി. പക്ഷെങ്കിൽ ഇശായി അവസാനം സമ്മതിക്കുന്നു, ഇനി ഒരാളുണ്ട്. ദൈവത്തോടൊന്ന് സമ്മതിക്കാമോ? ഞാനുണ്ട് കർത്താവേ, ഞാനിതാ എൻ്റെ പരിമിതികളോട് കൂടെ ഞാനിപ്പോൾ നിന്റെ മുന്നിൽ വെച്ചിരുന്ന അനേക കാര്യങ്ങൾ ഞാൻ ഇന്ന രീതിയിൽ പ്രതീക്ഷിച്ചതാണ്. ഒരു പക്ഷെങ്കിലേ എനിക്ക് എൻ്റെ വായ്ത്തത്വങ്ങളെ, എൻ്റെ അഭിവൃദ്ധികൾ, എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചില നിറവുകളെ, അതിൻ്റെ നന്മകളൊക്കെ പ്രാപിക്കാമെന്ന് ഓരോന്നായ ദൈവസന്നിധാനത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിലേ 7 കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇനി ഒരുവനുണ്ടെന്ന് പറയുന്നത്. പലതും പ്രതീക്ഷിച്ച് ഇശായിയെ പോലെ പലതും പ്രതീക്ഷിച്ചു. ഈ മകനായിരിക്കാം, അല്ല ഈ മകനായിരിക്കാം, അല്ല അടുത്ത മകനായിരിക്കാം എന്നൊക്കെയാണ് ഇശായി പ്രതീക്ഷിച്ചത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലതും നമ്മൾ പ്രതീക്ഷിച്ചില്ലയോ? എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ആയിരിക്കാം നന്മ വരുന്നത്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയായിരിക്കാം നന്മ വരുന്നത്, അല്ല അവരിലൂടെ ആയിരിക്കാം, അല്ല ഇവരിലൂടെ ആയിരിക്കാം, അല്ല ഇങ്ങനെ ആയിരിക്കാം, അല്ല അങ്ങനെ ആയിരിക്കാം. പലതും ചിന്തിച്ചിട്ടില്ലേ? പലതും പറഞ്ഞിട്ടില്ലേ നമ്മൾ? പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവരിലൂടെയുമല്ല ഇവരിലൂടെയുമല്ല. ഹല്ലേലൂയ. നീ കാറ്റ് കാണുകയില്ല, ഹല്ലേലൂയ, മഴ കാണുകയില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? വിശ്വാസത്തോടെ കുഴികൾ കുത്തുക. വിശ്വാസത്തോടു കൂടെ കുഴികൾ കുത്തിയിരിക്കുന്നവർക്ക് വേണ്ടി, ഒരു പക്ഷെങ്കിൽ ഇപ്പോഴും വിശ്വസിച്ച് തളർന്നോ, ഇനിയും വിശ്വസിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവസാന നിരയിൽ അവസാന പ്രതീക്ഷയുമായിട്ട് ഇരിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, വിട്ടുകൊടുക്കല്ലേ. നിങ്ങളുടെ വിശ്വാസം തണുത്തു പോവല്ലേ. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനുണ്ട്. ഒരു മകനും കൂടെ ഉണ്ടെന്ന്, ഇനി ഇളയ ഒരു മകനും കൂടെ ഉണ്ട്. യെസ്, അവനിലാണ് പ്രതീക്ഷ. നിനക്ക് ഇത്രയും നാൾ കഴിഞ്ഞു പോയതല്ല, അതിലെല്ലാം പ്രതീക്ഷിച്ചു. ഒത്തിരി കാര്യങ്ങളിൽ പ്രതീക്ഷ വെച്ചു. പക്ഷെങ്കിൽ അതെല്ലാം ഒന്നും നടന്നില്ലല്ലോ അല്ലേ? ഒന്നും നടന്നില്ല. നമ്മളുടെ പ്രതീക്ഷ പോലെ, ദൈവത്തിന്റെ ആലോചന പറഞ്ഞതുപോലെ ഒത്തിരി നമ്മൾ തീരുമാനങ്ങൾ എടുത്ത പോലെ ഒന്നും നടന്നില്ല. പക്ഷെങ്കിൽ അവസാനമായിട്ട് ഒരെണ്ണമുണ്ട്. യെസ്, അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ അയക്കാൻ പോകുന്നത്. നിന്റെ ഈ പ്രതീക്ഷയ്ക്ക് മുന്നിലാണ്, നിന്റെ ഈ തീരുമാനത്തിന്റെ മുന്നിലാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഏൽപ്പിച്ചു കൊടുക്ക് ഈ അവസാന തീരുമാനം. കർത്താവെ, ഞാൻ ചൊല്ലിട്ടു, ഇനി അവസാനം ഒന്നേ ഉള്ളൂ. എൻ്റെ മുൻപിൽ ഒരേ ഒരു വഴിയുള്ളൂ. യെസ്, ആ വഴി നീ ഏൽപ്പിച്ചു കൊടുക്കേ. യെസ്,
ആ വഴി നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കേ. എല്ലാം കഴിഞ്ഞു, ഞാൻ അതിൽ കൂടാ വിടുതലേ, ഇതിൽ കൂടാണ് വിടുതലേ, അതിൽ കൂടാണ് അഭിഷേകം വരുന്നത്, ഇതിൽ കൂടെയാണ് നന്മ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെങ്കില് ഇപ്പോൾ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അതൊന്നുമല്ലായിരുന്നു. ശോമേൽ പ്രവാചകൻ നിന്നോട് പറയുന്നു, അതൊന്നുമല്ല, ഇവരെ ഒന്നുമല്ല കണ്ടിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ഇതൊന്നുമല്ല ദൈവം കണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് അവസാനം നിന്റെ കയ്യിലുള്ള ഒരേ ഒരു സന്താനം, അവസാനം നിന്റെ കയ്യിലുള്ള ഒരേ ഒരു തീരുമാനം, അവസാനമായിട്ട് നീ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്ന ആ അവസാന മൊമെന്റിലാണ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ മേൽ അഭിഷേകം പകരുവാനുണ്ട്, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്, നിന്നെ രാജസ്ഥാനത്തെ കൊണ്ടുവരുവാനുണ്ട്. ഇത്രയും നാൾ നീ അറിയാതെ കിടന്നു, ഇത്രയും നാൾ നീ ആരോടും ഉരിയാടാതെ കിടന്നു, ഇത്രയും നാൾ നീ ആഗ്രഹിച്ചിട്ടും പലതും ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക വേലയ്ക്ക് വേണ്ടി നിനക്ക് ചെയ്യുവാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ഇനി ചെയ്യിപ്പിക്കാൻ പോവുകയാണെന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണെന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. അതെ, നിന്നെ രാജസ്ഥാനത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി എനിക്ക് ഒരുവനെ ആവശ്യമാണ്. അതാണ് ദാവീദ്. ദാവീദ് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ, ആ പേടിയുടെ സമയങ്ങളിലൊക്കെ, തനിച്ചെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ, ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാദ്യ ഉപകരണം എടുത്തുകൊണ്ട് ദൈവത്തോട് പാട്ടുപാടുമായിരുന്നു, ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അതേ ദാവീദേ, നിന്നെയാണ് ഞാൻ നാളുകളായി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിന്റെ സമയമായി, നീ പുറത്തു വരിക. ഇനി നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെ തടുക്കുവാൻ കഴിയില്ല, നിന്റെ ചാർച്ചക്കാർക്ക് നിന്നെ തടുക്കുവാൻ കഴിയില്ല, നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്നെ തടുക്കുവാൻ കഴിയില്ല. നിന്റെ സമയമായി, നീ പുറത്തു വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മളുടെ ഓരോരുത്തരുടെ സമയമായി. ഈ അന്ത്യകാല ദൂതിന് വേണ്ടി, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, ചില വിടുതലിന് വേണ്ടിയിട്ടോ നിന്നെ ദൈവം കണ്ടിരിക്കുന്നുവെന്ന് നിനക്ക് വിശ്വസിക്കാമോ? അതെ, നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലെ വെളിപ്പെടും. അനേകർക്ക് വേണ്ടി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു. ആത്മീയരായിട്ടുള്ളവർക്ക് വേണ്ടി, അനേകർക്ക് സന്ദേശവുമായിട്ട്, അനേകർക്ക് ദൈവിക ആലോചനയുമായിട്ട് ഞാൻ നിന്നെ ഇതാ നിന്നെ ഞാൻ പുതുമുഖത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നെ ഞാൻ മാനിക്കാൻ പോകുന്ന ദിനങ്ങളാണിതെന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ആകയാൽ നമുക്ക് തുടർന്നുള്ള വാക്യത്തിലേക്ക് നോക്കാമല്ലോ. ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ യിശ്ശായിയോട് ആളയച്ചു, അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തി ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടല്ലാതെ. യെസ്, നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം ദൈവം നിന്നോട് പറയുകയാണ്, നിന്റെ മേൽ ഇനി ഒരു അഭിഷേകം പകർന്നല്ലാതെ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിന്റെ സമയമായി, നിനക്കിനി അതിനുവേണ്ടി സമയമായി കഴിഞ്ഞു. ഇനിയും ദൈവമക്കളെ, അതിനുവേണ്ടി കൊതിച്ചിരിക്കുന്ന, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൊതിച്ചിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസി, അതിനുള്ള സമയമായി കഴിഞ്ഞു കേട്ടോ. ഇനിയും ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിലരെയെല്ലാം, അതിനുവേണ്ടി ഞാൻ നിയോഗിച്ചിരിക്കുന്ന ചിലരെയെല്ലാം ആ അഭിഷേകം ഞാൻ ഒഴിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ, നിന്റെ മേലുള്ള വിളികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞേ ഇനി മറ്റുള്ള കോംപ്രമൈസ് ദൈവം ചെയ്യുകയുള്ളൂ. നിന്റെ മേലെ സമയമായിട്ടുണ്ടെങ്കിൽ നിന്നെ ആക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്നെ അയക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ ശുശ്രൂഷ നിന്നെ ആരുടെ ഇടയിൽ നിർത്തണം, ഏത് പദവിയിൽ കൊണ്ടുവരണം, ആരുടെ നടുക്ക് നിന്നെ നിർത്തണോ, ഏത് മേഖലയിൽ നിന്നെ കൊണ്ടുവരണം, ഏതെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്നെ കൊണ്ടുവരണം, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനുവേണ്ടി ദാവീദിനിപ്പോൾ സമയമായി കേട്ടോ. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യം